ധ്യാനം എന്ന് പറഞ്ഞ അനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു? അനിയൻ ബെസ്റ്റ് അല്ലേ? അതുകൊണ്ടല്ലേ അവനെ ഇന്നലെ പ്രസ് മീറ്റിന് കൊണ്ടുവന്ന് ഇറക്കിയത്. പ്രസ് മീറ്റ് ചെയ്തിട്ട് ധ്യാനം വീട് കാനഡയിലേക്ക് വിടും. പിന്നെ കണ്ടില്ലല്ലോ അനിയനെ. അല്ല, നമ്മളെ ആവശ്യത്തിന് ഇറക്കുള്ളൂ അവനെ. അവനെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുതരില്ല. അല്ല, ഞങ്ങളൊക്കെ സ്വത്താണ് ധ്യാൻ ചേട്ടൻ. അല്ല, അതാ പറഞ്ഞ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കഴിഞ്ഞാലും മധുരം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ഇന്നലെ എന്തായിരുന്നു ആവേശം? അതെ, അച്ഛനെ കുറച്ചേരം കിട്ടിയില്ലേ? അതെ, കുറച്ചേരം കിട്ടിയപ്പോ തന്നെ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം എന്ന് പറഞ്ഞ മകൻ സിനിമയില്? അവനീ പറഞ്ഞ പോലെ തന്നെ അവൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓളമാണ്. നമ്മളൊക്കെ പിന്നെ ചെറുപ്പം മുതലേ കാണുന്നല്ലേ, വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് വിനീതനും ധ്യാനം കണ്ടു. അപ്പോൾ അവരുടെ ഒരു വളർച്ച ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും. പിന്നെ അവനിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും ഒക്കെ സന്തോഷം തന്നെയാണ്. സന്തോഷം തന്നെ. ആൻഡ് ജോണി ചേട്ടനും ദിലീപൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ നിങ്ങൾ നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് ഈ മൂവിയിലൂടെ കാണിക്കുന്നത്. ആൻഡ് പേഴ്സണലി ജോണി ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ദിലീപ് ഏട്ടൻ. ഏറ്റവും കൂടുതൽ മൂവീസ് വൺ ഓഫ് ഡയറക്ട് ചെയ്തേക്കുന്ന ഏറ്റവും കൂടുതൽ ദിലീപ് ഏട്ടൻ്റെ മൂവീസ് ആണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി? പിന്നെ ദിലീപ് ഏട്ടൻ ദിലീപിന്റെ 3, മമ്മൂക്കയുടെ 4. മമ്മൂക്കയുടെ 4 ഉണ്ടല്ലോ. ടോട്ടലി 7. സൈക്കിൾ ചെയ്തു, മാസ്റ്റേഴ്സ്, ബയ്യ. ഓക്കെ. അപ്പൊ ദിലീപേട്ടന്റെ ഈ ഒരു 150ാമത്തെ പടം ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ഒരു ഇമോഷണലി എന്താ പറയാ കണക്റ്റഡ് ആയിട്ടുള്ള ഓഫ് സ്ക്രീനിലായാലും ഇൻ സ്ക്രീനിലായാലും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റോളാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ KK എന്നുള്ള കഥാപാത്രം. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നതിന്റെ സ്ക്രിപ്റ്റിങ്ങില് നമ്മളിപ്പോൾ എപ്പോഴും നായകൻ്റെ കൂടെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വരും, മിക്കവാറും സിനിമകളിലുണ്ടാവും. അത് പണ്ട് പോലെയുള്ള തമാശ പറയാൻ ഇങ്ങനെ അങ്ങനെ ഒരു ടേക്ക് ഓവർ ചെയ്യാൻ ഒരു വികാരം വിഷമങ്ങളായാലും എന്തായാലും. അപ്പോൾ എനിക്കത് ഇപ്പോൾ ഹാരിസും ബിൻഡോയും ഇത് ഫോം ചെയ്തപ്പോൾ KK ഇവരുടെ കാര്യങ്ങളെല്ലാം ഇടപെടുന്നുണ്ട്. അത് മണ്ടത്തിലായാലും ഞാൻ പറയുന്നത് ഇയാൾ കേട്ടാൽ മതി എന്നുള്ളൊരു ഭാവം എനിക്കുണ്ട്. എൻ്റെ എന്തോ സ്വന്തം സ്വത്തായിട്ട് ഞാൻ പ്രിൻസിനെ കാണുന്നുണ്ട്. നീ അങ്ങോട്ട് പോകണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ ഭയങ്കര ഓതൻറ്റിക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പ്രിൻസ് അത് കേൾക്കുന്നുമുണ്ട്. ഒരു പരിധിവരെ എനിക്ക് പലതും വിട്ടു തരുന്നുണ്ട്. പക്ഷേ എവിടേക്കോ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി അത് പിന്നെ സിനിമയുടെ മനസ്സിലാവും. എന്നോട് സിദ്ധിക്കേട്ടൻ പറഞ്ഞു, ഞാൻ സിദ്ധിക്കേട്ടൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ ഇല്ല. എന്നോട് സിദ്ധിക്കേട്ടൻ അത് കഴിഞ്ഞിട്ട് ദിവസം പറഞ്ഞു, ഞാൻ പക്ഷെ നിന്നെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നിന്റെ KK ഉണ്ടല്ലോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. അപ്പൊ എന്നോട് പറഞ്ഞു, അത് സിദ്ധിക്കേട്ടൻ പിന്നെ കണ്ടപ്പോ പറഞ്ഞു, നമ്മളതിന് കോമ്പിനേഷൻ ഇല്ല, നിന്നെ പറ്റി ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ. അതായത് നമ്മുടെ അറിയാം, വീട്ടുകാർക്ക് അറിയാം, അവൻ KK അവന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ. പയ്യെ നിൽക്കണോ പോണോന്ന് ചോദിക്കുന്നത്. അതെ, പിന്നെ അത് നമുക്ക് ദിലീപായിട്ട് ചെയ്യുമ്പോൾ ദിലീപന്റെ സുഹൃത്ത് തന്നെയാണ്. ഇപ്പം എന്നോട് പലരും ചോദിച്ചായിരുന്നു, പിന്നെ സ്പെഷ്യലായിട്ട് വല്ലതും തോന്നിയോ ദിലീപുമായിട്ട് ചെയ്യും? എല്ലാവരുമായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് അഭിനയിക്കാറുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങി, എനിക്ക് ദിലീപിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അത് എനിക്കറിയില്ല അത് അങ്ങനെ ഒരു വലിയ പരിപാടികൾ നടന്നതെന്ന് അറിയില്ല. എങ്കിലും എനിക്ക് ഏറ്റവും വലിയ തമാശ, ചിലപ്പോൾ ദിലീപ് ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ദിലീപായിട്ട്. പക്ഷേ എന്താ അറിയില്ല, ഈ പറഞ്ഞ് ചിലപ്പോൾ ആ ഡയലോഗ് തെറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ദിലീപ് എന്നോട്, നിനക്ക് ഡയറക്ഷൻ തന്നെ മതിയാരും തോന്നുന്നുണ്ടോ ജോണി? ഞാൻ തകർന്നു പോകും, ഒരു ദേഷ്യവും സങ്കടവും ഡയലോഗും കിട്ടുന്നില്ല, അതിനിടയ്ക്ക് കയറട്ടെ ഒരു തോണ്ടും. ഞാൻ പിന്നെ എങ്ങനെയാലും ഒരിക്കലും ഞാൻ ചൂടാകൊക്കെ ചെയ്യുമായിരുന്നു. എന്താ വെച്ചാല് ഡയറക്ടറായി നിൽക്കുമ്പോഴ് നമ്മളങ്ങോട്ട് വരട്ട എന്താണത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് നിസ്സാര പണിയാന്ന് വിചാരിച്ചിട്ടേ അത് കഴിഞ്ഞ് ആ സ്ഥലത്തേക്ക് വന്നപ്പോഴാണ് മറ്റേത് ഇടയിൽ ഗസ്റ്റ് സാധനമൊക്കെ ചെയ്യൂലോ, എല്ലാ പടത്തിനും കൊച്ചു കൊച്ചു സാധനങ്ങൾ ചെയ്യും. അപ്പൊ ആളുടെ വിചാരം ഇത്രേ ഉള്ളൂ എന്നാണ്. പക്ഷെ ലെങ്ത്തുമ്പോ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോ ഡയലോഗ്സുകളൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുമ്പോഴ് അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ജോണി ഡയറക്ഷൻ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഒരു ദിവസം ബിൻഡോ വന്നിട്ട് അത് ഇങ്ങനെയാണ്, അത് അത് നമ്മൾ കൺട്രോൾ ചെയ്യണം, അതിങ്ങനെ ചെയ്തിട്ട് അപ്പൊ ആ ഒരു ഫീലാണ് നമുക്ക്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അടുത്തേക്കുണ്ട് ഡയറക്ടറുടെ പോയിരുന്ന ഞാൻ ഇവനോട് ചോദിച്ചു, നിനക്ക് പറ്റുമോ ജോഡി? അല്ല ഞാനേ അപ്പൊ ഈ ഡയലോഗിന് പറഞ്ഞപ്പോ ഒരു ഫുൾ ലെങ്ത് ഡയലോഗ് ദിലീപിനോട് കോഡോറി എന്ന് പറയുന്നുണ്ട്. അത് ഫസ്റ്റ് ടേക്ക് ഒക്കെ ആയിരുന്നു. അവിടെ നിന്നവരൊക്കെ അത്യാവശ്യം കൈയൊക്കെ അടിച്ചു. അപ്പൊ ഞാൻ ദിലീപിനെ ഒന്ന് നോക്കി. അപ്പൊ ദിലീപ് അപ്പോഴും പഠിച്ചല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വേറൊരു ബിജുമേനനെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മേനനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു,
അവൻ എനിക്കിട്ട് ഇതുപോലെ ആയിരുന്നു. ഇതേപോലെ തന്നെ മേരിക്കൊണ്ടിരുന്നാണ് മേരിക്കുണ്ട്. ഷൂട്ടി നടക്കുന്ന സമയത്ത് ഷാഫി വന്നിട്ട് ഇതുപോലെ കുറെ സാധനങ്ങൾ ഒരേ സമയത്ത് മുഖത്ത് വരണം. അത് ഇങ്ങനെ ആയിരിക്കണം, അത് മൃഗീയമായിട്ട് തോന്നണം, അതിന്റെ സന്തോഷവും അതിനകത്തൊക്കെ പറയുമ്പോ ഞാൻ ഷാഫിയോട് പറഞ്ഞ ബിജു നിനക്ക് പറ്റൂടാ പുറപ്പാട്ടി. ജോണി അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ സിനിമ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ ജോണിയുടെ അടുത്ത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ചേട്ടാ ഇപ്പോഴാണ് എനിക്ക് ആക്ടേഴ്സിനോടൊക്കെ ഒരു ബഹുമാനം. അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പകപ്പ് അത് വേറെ തന്നെ കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. ഒരു ദിവസം നമ്മള് വാറല്ലാവ് ചെയ്യുന്ന സമയത്തേ പ്രഭുസാർ വന്നിട്ടുള്ള അന്നത്തെ ദിവസം ലൊക്കേഷനില്. അപ്പോൾ സാറും ഞാനൊക്കെ കോംബോ ഉണ്ട് ആ ഷോട്ടിൽ കോമ്പിനേഷൻ ചെയ്തോണ്ട്. അപ്പോൾ സാറിന്റെ മുമ്പിൽ ക്ലാപ്പ് വെച്ചു, റിഹേഴ്സൽ കഴിഞ്ഞു, ക്ലാപ്പ് വെച്ച ഉടനെ പഠിച്ചോണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പ്രഭു സാർ ആലോചിക്കണം, നമ്മൾ ജനിക്കണേന് മുമ്പോട്ട് സിനിമയിൽ വന്ന് ഹീറോ ആയിട്ട് അഭിനയിക്കലാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ സാർ ஆக்ட் பண்ணும்போது கேமரா பக்கம் கூடாது சார் 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 கட் 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 என்ன சார் இவரு അവര് പുള്ളിയുടെ ഡയലോഗും പോയി എല്ലാം പോയി. ക്യാമറ നോക്കരുത്, അഭിനയിക്കുമ്പോ ക്യാമറ നോക്കരുത് പറഞ്ഞ പുള്ളി യാരവേ അത്രയും നേരം പഠിച്ചു വെച്ചത് എല്ലാം പോയി. എല്ലാം പോയി. പ്രൊഫസർ ചിരിച്ച് അന്ന് തുടങ്ങി നമ്മളെ വലിയ കാര്യമാണ്. ഇപ്പൊ എല്ലായിടത്തും പറയും. ഓക്കെ, അപ്പൊ ദിലീപേട്ടന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ പാവം ജോണി നമ്മുടെ ഇടയിലെ തമാശകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ അത് ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സിനിമ നമ്മൾ വിജയിക്കണം. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഇപ്പൊ വിജയിച്ചതിന് ശേഷം സന്തോഷത്തോടെ ഇരിക്കും, നമ്മളൊരു സന്തോഷം, മനസ്സിൽ സമാധാനമായി. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ബിൻഡോയുടെ ആദ്യത്തെ സിനിമ, ദിലീപിൻ്റെ 150, ഇത് എന്തോ ഒരു നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു, എനിക്കൊരു എല്ലാ സിനിമകളും ഓടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ ഒരു എക്സ്ട്രാ എനർജി, എക്സ്ട്രാ ആഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മുഴുവൻ ഞാൻ പറയുന്നത് എല്ലാവരും ഒരേപോലെ ആഗ്രഹിച്ചു. അതിന് പ്രേക്ഷകർ പോലും അതുപോലെ സപ്പോർട്ട് ചെയ്തു. അത്ര സപ്പോർട്ട് ചെയ്തു പ്രേക്ഷകർ. എപ്പോഴും ചോദിക്കണം പറയും, നിന്റെ സിനിമയാണ് എന്തായാലും ഓടണം, ദിലീപിന്റെ വിജയിക്കണം പറഞ്ഞിങ്ങനെ എപ്പോഴും മറ്റേ ഇത് പറഞ്ഞ പോലെ പറഞ്ഞോണ്ടിരിക്കും. അതാണ് ജോണി ചേട്ടന് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമാണ് ദിലീപേട്ടനോട്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം പറയുമ്പോൾ പറയാം, എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ പടം ബസ് കോപ്പിയായി, അന്ന് ബസ് കോപ്പി എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു കോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ, ജോണിയാ ഞാൻ ഇന്നസെൻ്റ് പറയട്ടെ മനസ്സിലായി, എങ്ങനെയുണ്ട് നിൻ്റെ പടം? ഞാൻ ചേട്ടാ നന്നായിട്ടുണ്ടോ, ഒരുവിധം വിശ്വാസമുണ്ട്, ആ പടം ഓടണം, അയാൾ ഇവിടെ ഉണ്ടാവണം. ഏതാ ഒരപ്പൻ, ഞാൻ ഇതിനോട് പറഞ്ഞു ദിലീപിൻ്റെ അപ്പൻ വിളിച്ചു കേട്ടോ. എൻ്റെ അച്ഛനോ? ഞാൻ പറഞ്ഞു അല്ല, മറ്റേ സിനിമയിലെ അച്ഛൻ. ഇന്നസെൻ്റ് ഏട്ടനോട് പറഞ്ഞതാ, അയാൾ ഇവിടെ ഉണ്ടാവണം, ആ ടോണിൽ. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ഏതാണ്ട് പോലെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ദിലീപ് ഇവിടെ ഉണ്ടാവണം.